ഐഷയുടെ തിരോധാന കേസിൽ അയൽവാസിയും സെബാസ്റ്റിന്റെ സുഹൃത്തുമായ റോസമ്മയുടെ വീട്ടിലും പരിശോധന നടക്കുകയാണ്. റോസമ്മയുടെ വീട്ടിൽ GPR ഉപയോഗിച്ച് പരിശോധിക്കും. സെബാസ്റ്റിന്റെ വീടിനുള്ളിൽ നിന്നും കത്തിക്കരിഞ്ഞ നിലയിൽ അതിന്റെ ഒരു വാച്ചിന്റെ ഭാഗം കണ്ടെത്തിയിരുന്നു. റോസമ്മയുടെ വീടിനോട് ചേർന്ന പൂട്ടിക്കിടന്ന കോഴി ഫാമിൽ തിരച്ചിൽ നടത്തുകയാണ്. ഒരു ഓഗസ്റ്റ് 15 ദിവസം ഞാൻ എല്ലാ ഓഗസ്റ്റ് 15-നും പള്ളിയിൽ പോയി കുർബാനയ്ക്ക് പോയി. പെട്ടെന്നെല്ലാം മറന്നു പോകുന്ന 16-ലാണോന്ന് എനിക്കറിയത്തില്ല. അന്നേരം ഞാന് കൃത്യമായിട്ട് ഈ ഓഗസ്റ്റ് 15-ന് പരിശോധന നടക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ പോകുകയല്ല. പിന്നെ പള്ളിപ്പുറം പള്ളിയിലാണോ പോകുന്നത്? പള്ളിപ്പുറം പള്ളിയിൽ എല്ലാ ഓഗസ്റ്റ് 15-നും പോകും. ഈ ബിന്ദുവിനെ കുറിച്ചൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ടോ? ബിന്ദുവിനെ കുറിച്ചൊക്കെ സെബാസ്റ്റ്യനൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? ഒന്നും അറിയില്ല. അതും എനിക്കറിയത്തില്ല. ഞാൻ കാണാതായെന്ന് പറയുന്നത് പിന്നീട് 2016 എങ്ങനെയാണ് കണ്ടത്? അതാ എനിക്കും അറിയത്തില്ല. ഞാൻ എന്റെ ആധാരത്തെ എഴുതിയേക്കുന്ന ഡേറ്റ് 2016. ചേച്ചിയോട് ഈ കല്യാണം കഴിക്കാമോ എന്ന് സെബാസ്റ്റ്യൻ ചോദിച്ചോളൂ. ഇക്കാര്യം ഐഷയ്ക്ക് അറിയാമായിരുന്നു? അതും എനിക്കറിയത്തില്ല. ഐഷക്കാരി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല. നിങ്ങളുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിട്ടാണോ നിങ്ങൾ എന്നോട് പിന്നല്ലാതെ നിങ്ങൾ ആരെങ്കിലും ആണോ? അതുപോലെ വഴിയോ പോകുന്നൊരു കോഴി ഫാം എന്തുകൊണ്ടാണ് പിന്നെ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിൽ പിന്നീട് പ്രവർത്തിക്കാതെ പൊന്നു കുഞ്ഞെ ഞാൻ പറഞ്ഞില്ലേ ലൈസൻസ് ഇല്ലെന്ന്. അപ്പൊ 4 വർഷം ഇത് പ്രവർത്തിപ്പിച്ചു എന്ന് കുറച്ച് മുന്നേ പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ടാണ് ലൈസൻസ് വേണമെന്ന് പറഞ്ഞത്. അതിനെപ്പറ്റി ആലോചിച്ചപ്പം അതിന് ലൈസൻസ് വേണമെന്ന് പറഞ്ഞു. ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, 2016-ലാണോ അതോ ഐഷ ഉള്ളപ്പോൾ തന്നെയാണോ ആ സ്ഥലം വാങ്ങുന്നതും അവിടെ കോഴി ഫാം വെക്കുന്നതും? ഐഷ ഉള്ളപ്പോഴാണ് അത് സ്ഥലം മേടിക്കുന്നത്. അത് കഴിഞ്ഞാൽ കോഴി ഫാം. ഐഷയെ കാണാതായതിനു ശേഷമാണോ കോഴി ഫാം വെക്കുന്നത്? ചേച്ചി വഴിയാണോ ഈ ഐഷ സെബാസ്റ്റ്യനോട്ട് പരിചയപ്പെട്ടത്? ഒരറിവില്ല. ഞാനും അവരുമായിട്ട് ഒരു ഇതിൽ ഈ വഴിയെ കൂടെ കടന്നുപോയി. വ്യക്തിപരമായ യാതൊരു കാര്യമില്ല. വിവാഹമൊക്കെ ആ കാണുന്ന വീടിന്റെ തൊട്ട് പുറകിലായിരുന്നു ഐഷ താമസിച്ചുകൊണ്ടിരുന്നത്. വഴിയെ കൂടെ ഒക്കെ അവര് കടന്നു പോകുമ്പോൾ വർത്താനം പറയുമെന്നുള്ളതല്ലാതെ അവരുടെ വീട്ടുകാര്യമോ അവരുടെ മറ്റുള്ള സെബാസ്റ്റ്യൻ കല്യാണം ആലോചിച്ചിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം റോസമ്മ തന്നെ പറഞ്ഞിരുന്നു. പറഞ്ഞു. ഇങ്ങനെ പരിചയമില്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഐഷയുടെ ഫോണിൽ നിന്ന് ഇങ്ങനെ കാണാതെ ശേഷം കോള് വന്നു? ഞാൻ പറഞ്ഞില്ലേ ഇതിലെ കൂടെ കടന്നു പോകാൻ ഞങ്ങളവിടെ നേരത്തെ ഫോൺ വിളി ഉണ്ടായിരുന്നു. എനിക്കൊരു വയ്യാഴി ഇപ്പം തന്നെ നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ കയറിയിട്ട് തല കറങ്ങിപ്പോയി. അപ്പൊ അതുപോലുള്ള ബുദ്ധിമുട്ടൊക്കെ വരുമ്പോ എന്നെ സഹായിക്കുന്ന ഐഷയായിരുന്നു. സ്നേഹബന്ധം എന്ന് പറയുന്നത് വില കൊടുത്താൽ മേടിക്കുന്നതാണോ? അത് തന്നെ ഉണ്ടാകുന്നതല്ലേ. അതുണ്ടായിരുന്നു ആ സ്നേഹബന്ധം. സെബാസ്റ്റ്യനാണോ വിളിച്ചതെന്ന് അറിയത്തില്ല. കോള് വന്നല്ലേ എടുത്തില്ലല്ലോ. ഞാൻ അങ്ങോട്ട് ഒരുപാട് തവണ വന്നിരുന്നു. എനിക്ക് തോന്നുന്നത് എന്റെ പൊന്നു കുഞ്ഞെ എനിക്കറിയത്തില്ല. ഇനി മറുപടി വല്ലവനും എങ്ങാണ്ട് കിടന്ന് വിളിച്ചതിന് ഞാൻ ഇന്ന് അതിന് സമാധാനം ചേച്ചി തമ്മിൽ ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നല്ലോ. അതിനെപ്പറ്റി സെബാസ്റ്റ്യൻ എപ്പോഴും വിലക്കുക? അതന്നെ അതിനെ വിലക്കുന്ന അതിലും ഇതുമായിട്ട് തന്നെ ബന്ധം ഇരിക്കുന്നത്. എന്താ റോസമ്മ അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് ഈ കേസിൽ ഐഷയുടെ തിരോധാന കേസ് ആരന്വേഷിക്കുന്നുണ്ടോ? ഇപ്പൊ നിങ്ങളല്ലേ വന്നതുകൊണ്ട് എന്നാ ചോദ്യം ചെയ്യുന്നേ? ഞാനേ കണ്ടുപിടിച്ചു വെച്ചതുപോലെ അല്ലെ ഐഷയെ ഇനി ഞാൻ ആദ്യമായിട്ട് പറയണത് ഇത് ആരെങ്കിലും ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഇത് എനിക്ക് തല കറങ്ങിട്ട് നിൽക്കാൻ മേലെ എന്നെ പെട്ടിക്കാതെ മൂക്കി പഞ്ഞി വെച്ച് കാണുമെന്ന് വല്ലതും ഉണ്ടോ നിങ്ങൾക്ക്? എന്റെ മൂക്കി പഞ്ഞി വെച്ച് കാണുന്ന വല്ലതും ഉണ്ടോ? എല്ലാവരും കല്യാണം ആലോചിച്ചെന്നൊക്കെ പറഞ്ഞില്ല. അതുകൊണ്ടാണ് നമ്മളെ പറഞ്ഞ കുഞ്ഞൊന്നും മനസ്സിലാക്കി